ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അത് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് റീസെൻ്റ്ലി ഡിലീറ്റഡ് ഐറ്റംസിനകത്ത് പോലും ആ വീഡിയോ കാണുന്നില്ല. നമ്മളിതാ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ. വളരെ വൃത്തിഹീനമായി കിടക്കുകയാണെങ്കിലും ആ മതിലിനെ ആ ചെടി പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാമറമാൻ ഓൾവേസ് എൻ്റെ ബാഗ് കേട്ടോ തുള്ളിക്കിടക്കുന്നേ ഒന്നും വിചാരിക്കരുത്, പാവം എന്ത് പറഞ്ഞാലും ചെയ്തു തരും കേട്ടോ. പിന്നെ ഒരു സെക്യൂരിറ്റിയോ ഒരു ക്ലീനിങ് സ്റ്റാഫോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരു ബിൽഡിങ്ങാണ് നമ്മുടെ ബിൽഡിങ്ങിൽ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു സൈഡ് പാർക്കിംഗ് ഏരിയ ആണെന്നാണ് അവർ പറയുന്നത്. തൽക്കാലം ഇപ്പോൾ ഇവിടെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്നുണ്ട്. പാർക്കിംഗ് ഏരിയ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയ എവിടെയാണെന്ന് വ്യക്തമായിട്ട് എനിക്കും ഓണറിനും എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഓക്കെ, അത് വിടുക, അത് നമ്മുടെ ടോപ്പിക്കല്ല. ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത് നമ്മുടെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ കൂട്ടുന്നില്ല. അപ്പം നമ്മൾ കുറേ നാൾ കൊണ്ട് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഫേമസ് ആണ് കൈകൊട്ടിക്കളിക്ക്. അപ്പം നമ്മളും ഒരു കൈകൊട്ടിക്കളി ടീം ബിൽഡ് ചെയ്യണമെന്ന് കുറേ ഞാൻ ട്രൈ ചെയ്തിരുന്നു. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന പോലെ നമ്മുടെ റൈറ്റ് ടൈം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു കൈകൊട്ടിക്കളി ടീം ബിൽഡ് ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൈകൊട്ടിക്കളി ടീമിൻ്റെ പേര് രുദ്രാക്ഷ എന്നാണ്. എല്ലാവർക്കും സോബ് എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പിന്നെ തനതായ കലാരീതിയായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും നമ്മൾ കുറച്ച് പഴയ പേര് കൊടുക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടത്തി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് 27-ാം തീയതി വരുന്ന 27-ാം തീയതി മെയ് 27-ാം തീയതി ഫസ്റ്റ് പ്രോഗ്രാം കല്ലാറ്റിൽ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം കാണാൻ വരിക. അവർക്ക് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ക്ഷമിക്കുക, അവരുടെ ഫസ്റ്റ് ട്രൈ ആണ്. സോ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പിന്നെ ഈ പൂവിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആയിരിക്കും തമ്പുരുവിനും ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞിട്ട് അവരെൻ്റെ കൂടെ വന്ന് ഞാനങ്ങനെ അവരെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ എന്തോ മഴയാണ് കേട്ടോ ഗൈസ്, ഫുള്ളും മഴയാണ്. നിങ്ങൾ കയറി വരുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് പ്ലാനിങ് നടക്കുന്നത്. അതൊരു ടൂർ പ്ലാനിങ് ആയിരുന്നു, പക്ഷേ അടപടലം ഫ്ലോപ്പായി പോയിട്ടുണ്ട്. മഴയാണ് നമ്മളെ ചതിച്ചത്. ഞങ്ങളങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോഴേക്കിനും കിടക്കുന്ന ചെടിയും പൂവും കായും എല്ലാം ഉറക്കമായി. മഴയത്ത് അവർക്കും ഇല്ലേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ. അങ്ങനെ അവർ സുഖമായിട്ട് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങളതും കണ്ടുകൊണ്ട് ഞങ്ങൾ മഴയിൽ നനഞ്ഞ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇവിടുത്തെ മഴയെല്ലാം കണ്ടുകൊണ്ട് നേരെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിലെ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ മേഘ അമൃതയായിട്ട് തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്ന എൻ്റെ ഫ്ലാറ്റിലെ വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ കാണാൻ. ചെറിയ ചാറ്റൽ മഴയുണ്ട്, നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പൊടിഞ്ഞുള്ളൊരു മഴയാണെങ്കിൽ അകത്ത് വെള്ളം അടിച്ച് കയറും, പക്ഷേ ഒരു നല്ല തണുപ്പുള്ളത് കൊണ്ട് എന്തോ ഒരു നല്ല സുഖം. ആ വെള്ളം പോകുന്ന സൈഡ് കണ്ടോ, അത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓണറിൻ്റെ നമ്മുടെ ബിൽഡിംഗ് ഓണറിൻ്റെ വീടാണ് കേട്ടോ. ചെറിയ മഴ കൂടി വലിയ മഴയാകാൻ തുടങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് അമൃതയുടെ +2 ചേച്ചീൻ്റെ ട്രീറ്റാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചി ഇതിൽ ഒതുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോ വേ, നമ്മൾ ഇതിലൊന്നും ഈ ട്രീറ്റ് ഒതുക്കുന്നതായിരിക്കത്തില്ല. ചട്നിയൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം നമ്മളിതെല്ലാം കഴിക്കട്ടെ, ഇനി ആരെയും ഇച്ചും വരാനുണ്ട്. ഇത്രയും സ്നാക്സ് നമ്മുടെ 3 പേരുടെ അല്ല, എല്ലാവരുടെയും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഈ സ്നാക്സൊക്കെ കഴിച്ച് മഴയൊക്കെ ആസ്വദിക്കാൻ പോവാണ്. നാളെ പ്രാക്ടീസ് ഉള്ളത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ലവ് യു ഓൾ.